ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് നിൽക്കുന്നത് ഒരു ഹോം സ്റ്റേയുടെ വർക്കിലാണ്. നമ്മുടെ ആലപ്പുഴ വിജയ് പാർക്കിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ നീങ്ങി വരുമ്പോൾ ക്യാപ്സിനോ എന്ന് പറയുന്നൊരു ഹോം സ്റ്റേ ഉണ്ട്. അവിടെ നമ്മൾ അത്യാവശ്യം ചെറിയൊരു പരിപാടിയൊക്കെ നടത്താൻ പറ്റിയൊരു ഹോം സ്റ്റേ ആണ്. അവിടെ നമ്മുടെ വിൻഷന് കൂട്ടുകാരൻ്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം. കൂട്ടുകാരനും വൈഫിനും നമ്മളൊരു വിരുന്ന് കൊടുക്കാൻ എല്ലാ ഫ്രണ്ട്സും കൂടി എടുത്താണ് ഈ ഹോം സ്റ്റേ. അപ്പോൾ ഇതാണ് നമ്മുടെ താരങ്ങൾ. നമ്മുടെ ചെക്കനും പെണ്ണും ഇതായിരുന്നു. അവർ വന്ന പാടെ ആദ്യം ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അപ്പോൾ വിൻഷൻ്റെ ഒരു കൂട്ടുകാരൻ്റെയും വൈഫിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അവരുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് നേരെ മുറ്റത്ത് തന്നെ ബീച്ചാണ്. നമ്മൾ ബീച്ചിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുറച്ച് എല്ലാ ഫ്രണ്ട്സിൻ്റെയും വൈഫുമാരെല്ലാം കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ബീച്ചിൽ വന്ന് കുഞ്ഞുങ്ങളുമായിട്ട് ശരിക്കും അങ്ങ് ബീച്ചിൽ അടിച്ച് പൊളിച്ച് എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മളൊരു സന്ധ്യ ആകുന്നതുവരെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മേളിൽ വന്നിട്ട് റൂഫ് ടോപ്പിൽ നമ്മൾ ശരിക്കും കുറച്ച് പാട്ടും പരിപാടിയും കുട്ടികളുടെ ഗെയിംസും അങ്ങനെ പൊന്നൂസൊക്കെ കൂടെ കസേരകൾ കളിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ വലിയവരുടെ ഗെയിംസും എന്താ പറയുന്നത്, മനപ്പുരുത്തം നോക്കുന്ന ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള നോക്കുന്ന അങ്ങനത്തെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല പൊളിയായിരുന്നു. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പങ്കെടുത്തു. അതിനുശേഷം എല്ലാവരും പാടാൻ തുടങ്ങി. പാട്ടും ഡാൻസും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഞങ്ങൾ ഇത്രയും നാൾ ഞങ്ങൾ ഈ 10 വർഷത്തിനിടയ്ക്ക് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം, ഇവരുടെ കല്യാണം മാത്രമാണ് ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയത്. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ ആരും ഇങ്ങനെ എൻജോയ് ചെയ്ത് എവിടെയും പോയിട്ടില്ല. ഒരു ട്രിപ്പ് പോകാൻ പോലും പ്ലാൻ ചെയ്തിട്ട് പോലും ഇനി ഒരു ട്രിപ്പ് പോയാൽ പോലും ഇത്രയും ഒരു എൻജോയ്മെൻറ്റ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നില്ല. അത്ര പൊളിയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയായത് ഞങ്ങൾ അറിഞ്ഞില്ല. 10 മണി വരെ നമുക്കവിടെ ടൈം പറഞ്ഞിരുന്നു. 10 മണിക്കൊന്നും നമ്മളവിടെ നിന്ന് ഇറങ്ങിയില്ല. ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളും വലിയവരും, ഞങ്ങളൊന്നും പാടിയില്ല, അവർ ആണുങ്ങളെല്ലാവരും പാടി, കുഞ്ഞുങ്ങളും ഒക്കെ പാടി. ഫുഡും ഒക്കെ അവർ തന്നെ നമുക്ക് സെർവ് ചെയ്ത് തന്നു. എല്ലാം സൂപ്പറായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡും ഐസ്ക്രീമും ഒക്കെ നമ്മൾ ആവശ്യത്തിലധികം കഴിച്ചു. അതിലെല്ലാം ഉപരി എല്ലാവരും എന്താ പറയുന്നത്, അവിടെ ഉണ്ടായിരുന്നവരിൽ ആരും ഇല്ല എൻജോയ് ചെയ്യാൻ. പാട്ടുപാടി തകർക്കുമായിരുന്നു. നമ്മുടെ ചേട്ടൻ പിന്നെ പറയണ്ട, മയക്കി ഇട്ടിട്ട് പാട്ട് പാടിയതേ ചെറുക്കനും പെണ്ണൊക്കെ തുള്ളി ആർമാദിക്കുമായിരുന്നു. മൊത്തത്തിൽ രസമായിരുന്നു. നമുക്ക് ആർക്കും ഒന്നും എന്താ പറയുന്നത്, പറയാനും എടുക്കാനും കളിക്കാനും ഒന്നിനും ആർക്കും ഒരു മടിയും ചമ്മലും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ റൂമിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങൾ നനഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പിന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് ലേറ്റായിട്ടെങ്കിൽ തിരിച്ചു പോന്നു.